അവൻ അവളോടായി സംസാരിക്കാൻ തുടങ്ങി. എടോ, താൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ? എന്താണോ തന്റെ സ്വഭാവം ഇങ്ങനെ? തന്റെ ഉറക്കം കണ്ട് എനിക്ക് തോന്നി താൻ എണീക്കാൻ പോണില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ എന്റെ സ്റ്റേഷനിൽ പോലും ഇറങ്ങാതെ തന്നെ വിളിച്ചുണർത്താൻ നിന്നെ. ഇത് കേട്ട് തനുവിന്റെ മുഖം ചുവന്നു. എന്നെ വിളിച്ചുണർത്താൻ ഞാൻ പറഞ്ഞിട്ടാണോ താൻ ഇവിടെ വരെ വന്നേ? തനിക്ക് എന്താ വേണ്ടേ? എന്നെ ഒന്ന് വെറുതെ വിടോ? താൻ ഇളകാതെടോ. ഞാൻ ഇയാളെ പിടിച്ച് കെട്ടിയിട്ട പോലെയാണല്ലോ ഇയാളുടെ സംസാരം. എന്റെ പേര് ഇയാളെന്നോ അയാളെന്നോ അല്ല. പിന്നെ? ചെറുപ്പക്കാരൻ അവളുടെ മറുപടിക്കായി കാത്തു നിന്നു. തനുവിന് താൻ പറഞ്ഞത് അബദ്ധമായി തോന്നി. അതെന്തിനാ ഞാൻ തന്നോട് പറയുന്നേ? അത് ശരി, ഇപ്പൊ ഞാൻ ആരായി? എടോ താൻ പോയേ, താന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കി മിഴിച്ചു നിന്നുകൊണ്ടൊരു പാവ പറയുന്നത് പോലെ പറഞ്ഞു. എടോ, എന്റെ പേര് ഗോപൻ. ഗോപുന്ന് അടുപ്പമുള്ളവർ വിളിക്കാം. തനു ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ നിന്നു. അവൻ പെട്ടെന്ന് ബോധോദയം സംഭവിച്ച പോലെ തിരികെ ഓടി. പിന്നീടെന്നും അവർ പരസ്പരം കണ്ടു. ഒരു ദിവസം ഗോപു തനു കോളേജിലേക്ക് പോകുന്ന വഴിയിൽ അവളെ കാത്തു നിന്നു. അവനെ കണ്ടപ്പോൾ അവൾക്ക് ആകെ പരിഭ്രമമായി. അവൾ പതിയെ അതിലെ നടന്നു. അവൾ അവനെ കണ്ടതായി നടിച്ചില്ല, നടന്നുകൊണ്ടിരുന്നു. അവൾ കടന്നു പോകാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നൊരു വിളി. എടോ, എനിക്ക്